നമസ്കാരം. പ്രധാന വാർത്തകൾ. സമൃദ്ധിയുടെ നിറക്കതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ഇല്ലം നിറയുടെ തുടർച്ചയായ തൃപ്പുത്തരി ഓഗസ്റ്റ് 30-ന് ആഘോഷിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർപേഴ്സണ് ഊഷ്മളമായ അനുമോദനം ഒരുക്കി നഗരസഭാംഗങ്ങൾ. വാർത്തകൾ വിശദമായി. സമൃദ്ധിയുടെ നിറക്കതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലം നിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. നിറയ്ക്കാവശ്യമായ 1000-ലധികം നെൽക്കതിർ കറ്റകൾ ഇന്നലെ രാവിലെ തന്നെ ക്ഷേത്രസന്നിധിയിൽ എത്തിച്ചിരുന്നു. അടിയന്തര പ്രവൃത്തിക്കാരായ പത്തുകാർ വാര്യന്മാർ രാവിലെ കിഴക്കേ ഗോപുരത്തിനു മുൻവശം ശുദ്ധമാക്കിയ ശേഷം അരിമാവണിഞ്ഞ് വലിയ നാക്കിലകൾ സമർപ്പിച്ചു. തുടർന്ന് അഴീക്കൽ, മനയം എന്നീ പാരമ്പര്യ അവകാശ കുടുംബങ്ങളിലെ അംഗങ്ങൾ കതിർക്കറ്റകൾ തലച്ചുമടായി കൊണ്ടുവന്ന് 3 തവണ വലം വെച്ച ശേഷം നാക്കിലയിൽ സമർപ്പിച്ചു. ശാന്തിയേറ്റ കീഴ്ശാന്തി കൊടക്കാട് കൃഷ്ണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ തീർത്ഥം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം ശാന്തിയേറ്റ കീഴ്ശാന്തി കീഴേടം വാസുദേവൻ നമ്പൂതിരി ഉണങ്ങലരിയിട്ട ഓട്ടുരുളിയിൽ ആദ്യ കതിർക്കറ്റകൾ വെച്ച് ഉരുളി തലയിലേറ്റി നാലമ്പലത്തിലേക്ക് എഴുന്നള്ളിച്ചു. ഇദ്ദേഹത്തിന് പിന്നാലെ 13 കീഴ്ശാന്തി കുടുംബങ്ങളിലെ 60ഓളം കീഴ്ശാന്തി നമ്പൂതിരിമാരും കതിർക്കറ്റകളുമായി അനുഗമിച്ചു. ഗുരുവായൂരപ്പന് മുന്നിലെ നമസ്കാര മണ്ഡപത്തിൽ ഭഗവാന് ദർശിക്കാൻ തക്കവിധം കതിർക്കറ്റകൾ സമർപ്പിച്ചു. ആല്, മാവ്, പ്ലാവ്, അല്ലി, ഇല്ലി, ഒടിച്ചുകുത്തി, ദശപുഷ്പം തുടങ്ങിയ നിറക്കോപ്പുകളുമായി അലങ്കാരം ഒരുക്കി. തന്ത്രി ചേനാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി തെക്കുംപറമ്പത്ത് നാരായണൻ നമ്പൂതിരി കതിർക്കറ്റകളിൽ ലക്ഷ്മീനാരായണ പൂജ നടത്തി. ഇതിനുശേഷം ചൈതന്യവത്തായ കതിർ ഒരു പിടി പട്ടിൽ പൊതിഞ്ഞ് ഗുരുവായൂരപ്പന്റെ പാദങ്ങളിൽ സമർപ്പിച്ച് ശ്രീലകത്ത് ചാർത്തിയതോടെ ഇല്ലനിറ ചടങ്ങ് പൂർത്തിയായി. പൂജിച്ച നെൽക്കതിരുകൾ പിന്നീട് ഭക്തർക്ക് പ്രസാദമായി വിതരണം ചെയ്തു. കതിരുകൾ വാങ്ങാൻ അഭൂതപൂർവമായ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇല്ലനിറയുടെ തുടർച്ചയായ തൃപ്പൂത്തരി ഓഗസ്റ്റ് 30-ന് നടക്കും. പുതുനെല്ലിന്റെ അരികൊണ്ട് പായസമുണ്ടാക്കി ഗുരുവായൂരപ്പന് നിവേദിക്കുന്ന ചടങ്ങാണ് തൃപ്പൂത്തരി. ഓപ്പറേഷൻ തണ്ടറിന്റെ ഭാഗമായി ഓണം സ്പെഷ്യൽ ഡ്രൈവിനോടനുബന്ധിച്ച് തൃശൂർ എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡ് നടത്തിയ റെയ്ഡിൽ 5 ലിറ്റർ വാറ്റുചാരാവുമായി പ്രതി അറസ്റ്റിൽ. ചാലക്കുടി റേഞ്ചിലെ ചായപ്പൻകുഴി ചൂളക്കടവ് താമസിക്കുന്ന പാണംപറമ്പിൽ ദാസൻ എന്ന ശിവദാസനെയാണ് അറസ്റ്റ് ചെയ്തത്. തൃശൂർ സ്പെഷ്യൽ സ്ക്വാഡിലെ എക്സൈസ് ഇൻസ്പെക്ടർ എൻ സുദർശനകുമാറിന്റെ നേതൃത്വത്തിലുള്ള എക്സൈസ് സംഘം നടത്തിയ റെയ്ഡിലാണ് പ്രതി പിടിയിലായത്. ചായപ്പൻകുഴി, കുറ്റിച്ചിറ ഭാഗങ്ങളിൽ വാറ്റുചാരായത്തിന് വൻ ഡിമാൻഡാണുള്ളത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ KM സജീവ, വി ജെയ്സൺ ജോസ്, പ്രിവന്റീവ് ഓഫീസർമാരായ TJ രഞ്ജിത്ത്, K ലത്തീഫ്, ഷെയ്ഖ് അഹമ്മദ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ നിവ്യ ജോർജ്, ഡ്രൈവർ VG ഗിരീഷ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. ചാലക്കുടി കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധം നടത്തിയത്. ചൊവ്വാഴ്ച രാവിലെ നടന്ന ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനത്തിനിടയിലാണ് ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോസ് ഒലക്കെങ്കിലിന്റെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് അംഗങ്ങൾ പ്രതിഷേധ സമരം നടത്തിയത്. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂടിയാലോചനകളില്ലാതെ ഏകാധിപത്യ നടപടികൾ സ്വീകരിക്കുകയാണെന്നാരോപിച്ച് 13 ഡയറക്ടർ ബോർഡ് അംഗങ്ങളിൽ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 7 പേർ പ്രസിഡന്റിനെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഡയറക്ടർമാരായ മനോജ് പൂവത്തിങ്കൽ, മാക്കോത്ത് ഗോവിന്ദൻകുട്ടി എന്നിവർ രാജിവെച്ചതായി മിനിറ്റ്സിൽ കൃത്രിമമായി രേഖപ്പെടുത്തി ഇവരെ ബോർഡിൽ നിന്ന് പുറത്താക്കിയതായും ആരോപണമുണ്ട്. 7 വർഷമായി ജോലി ചെയ്യുന്ന ബാങ്ക് വാഹനത്തിന്റെ ഡ്രൈവർ മനോജിനെ കാരണമില്ലാതെ പിരിച്ചുവിട്ടതായും പരാതിയുണ്ട്. പ്രസിഡന്റ് നിലവിലുള്ള നടപടികൾക്കെതിരെ അവിശ്വാസം രേഖപ്പെടുത്തുകയുണ്ടായി. ആ അവിശ്വാസം രേഖപ്പെടുത്തിയതിൽ പ്രസിഡന്റിന് ഭൂരിപക്ഷമില്ലാന്ന് മനസ്സിലാക്കുകയും ആ അവിശ്വാസത്തിൽ ഒപ്പിട്ട് 2 പേരുടെ രാജി അയാൾ വ്യാജ രേഖ ഉണ്ടാക്കിയിട്ട് മിനിറ്റ്സിൽ രേഖപ്പെടുത്തുകയും ഉണ്ടായി.
അതോടൊപ്പം തന്നെ നിലവിൽ ഈ ഓണക്കാലത്ത് വേലൂര് ബാങ്കിന്റെ വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറെ അദ്ദേഹത്തിന്റെ ജോലിയിൽ നിന്നും പ്രസിഡന്റ് നീക്കം ചെയ്യുകയുണ്ടായി. ഇതിനെതിരെയാണ് ഞങ്ങൾ ഇന്ന് ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. ഒട്ടും ഭൂരിപക്ഷമില്ലാത്ത ഒരു പ്രസിഡന്റാണ് വേലൂര് ബാങ്ക് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെതിരെ ഞങ്ങൾ പ്രതിഷേധിക്കുകയാണ്. ഈ പ്രതിഷേധം ഞങ്ങൾ രേഖപ്പെടുത്തുക മാത്രമല്ല, ഇതിനെതിരെ ഹൈക്കോടതിയിൽ കേസ് നിലവിൽ ഉള്ളതുമാണ്. ഡ്രൈവർ മനോജും പ്രതിഷേധത്തിൽ പങ്കെടുത്തു. പ്രസിഡന്റിന്റെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ കോടതിയെ സമീപിച്ചതായും പ്രതിഷേധക്കാർ അറിയിച്ചു. സണ്ണി വടക്കൻ, രവി വട്ടംപറമ്പിൽ, ഷൈനി ഫ്രാൻസിസ്, ജോസ് ഒലക്കെങ്കിൽ, മനോജ് പൂവത്തിങ്കൽ, മാക്കോത്ത് ഗോവിന്ദൻകുട്ടി, PR മണികണ്ഠൻ എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. പ്രതിഷേധക്കാർ ഉയർത്തിയ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. CCTVയോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത് ഭീമമായ കുടിശ്ശിക വരുത്തിയ 2 മെമ്പർമാർ സഹകരണ നിയമപ്രകാരം അയോഗ്യരാണ്. അതുപ്രകാരം ഇവർ സ്വമേധയാ രാജിവെക്കുകയായിരുന്നു. ഇത് മിനിറ്റ്സ് രേഖപ്പെടുത്തി ഇവർ ഒപ്പുവെച്ചിട്ടുണ്ട്. 2 ദിവസത്തിനു ശേഷം രാജി പിൻവലിക്കുകയാണെന്ന് ഇവർ അറിയിച്ചിരുന്നുവെങ്കിലും മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയതിനാൽ തീരുമാനം മാറ്റുവാൻ നിയമപ്രകാരം കഴിയില്ല. ഇതിന്റെ വൈരാഗ്യത്തിലാണ് തനിക്കെതിരെ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളതെന്ന് സുരേഷ് മമ്പറമ്പിൽ പറഞ്ഞു. അവര് ലോൺ എടുത്ത് കുടിശ്ശികയായി. സഹകരണ നിയമപ്രകാരം അവർ അയോഗ്യരാണ്. അതിന്റെ ഭാഗമായിട്ടാണ് 2 ഭരണസമിതി അംഗങ്ങൾ രാജിവെച്ചത്. രാജിവെച്ചതിന്റെ പിറ്റേ ദിവസം രാജി പിൻവലിക്കണമെന്ന് പറഞ്ഞ് എന്നെ സമീപിച്ചു. രാജി മിനിറ്റ്സിൽ എഴുതുകയും രാജി അംഗീകരിക്കുകയും ചെയ്തത് പിൻവലിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം അവര് എനിക്കെതിരെ അവിശ്വാസം കൊടുക്കുകയാണ് ഉണ്ടായത്. അവിശ്വാസം കൊടുത്ത് അത് കേരള ഹൈക്കോടതിയിലെ പരിഗണനയിൽ നിലനിൽക്കുകയാണ്. ബാങ്ക് വാഹനത്തിന്റെ താൽക്കാലിക ഡ്രൈവർ തനിക്കെതിരെ നടക്കുന്ന ഗൂഢാലോചനകളിൽ മുഖ്യ പങ്കാളിയാണ്. ഗുണ്ടകൾക്ക് കൊട്ടേഷൻ നൽകി തന്നെ അപായപ്പെടുത്തുമെന്ന് ഭീഷണി മുഴക്കിയതിന്റെ അടിസ്ഥാനത്തിൽ ഇയാൾക്കെതിരെ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. തന്നെ പുറത്താക്കി പ്രസിഡന്റ് സ്ഥാനം കൈക്കലാക്കാനുള്ള ചിലരുടെ ഗൂഢതന്ത്രമാണ് അവിശ്വാസ പ്രമേയത്തിനും പ്രതിഷേധത്തിനും പുറകിലെന്നും പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ കൂട്ടിച്ചേർത്തു. ഈ വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഡ്രൈവറായി ജോലി ചെയ്യുന്ന മനോജ് ഈ ഭരണസമിതിയിലെ അവിശ്വാസത്തിന് ഈ ബാങ്കിനെ എങ്ങനെ മോശപ്പെടുത്താമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു ഡ്രൈവറെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ടാണ് അയാളെ നിർബന്ധമായി ഒഴിവാക്കേണ്ട ഒരു സ്ഥിതി. തന്നെയുമല്ല, ഈ അവിശ്വാസവുമായി ബന്ധപ്പെട്ട് ഈ വാഹനത്തിന്റെ ഡ്രൈവർ എനിക്കെതിരെ വലിയൊരു ഭീഷണി മുഴക്കുകയും അതിഥി തൊഴിലാളികളെ വെച്ച് എന്നെ അപായപ്പെടുത്താൻ ശ്രമം നടത്തുന്ന എൻ്റെ പല സുഹൃത്തുക്കളും ഇയാൾ പറഞ്ഞതായിട്ട് ഞാൻ അറിയാൻ കഴിഞ്ഞു. അതിന്റെ ഭാഗമായി എരുമപ്പെട്ടി പോലീസ് സ്റ്റേഷനിൽ ഞാനൊരു പരാതി കൊടുക്കുകയും അവരെ വിളിച്ച് കാര്യങ്ങൾ വൈസ് പ്രസിഡന്റ് ജോസേട്ടനടക്കമുള്ള ആളുകളെ വിളിച്ച് അവർക്ക് താക്കീത് കൊടുത്തിട്ടുള്ളതാണ്. ചാവക്കാട് ബീച്ച് കോളനിപ്പടിയിൽ സ്വകാര്യ ബസും ഓട്ടോയും ഇടിച്ച് ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേറ്റു. ബ്ലാങ്ങാട് ബീച്ച് സ്വദേശി VV അഷ്റഫിനാണ് പരിക്കേറ്റത്. ചൊവ്വാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. മുനയ്ക്കക്കടവ് ഭാഗത്തു നിന്നും ചാവക്കാട്ടേക്ക് യാത്രക്കാരുമായി പോയിരുന്ന ഫ്രണ്ട്സ് എന്ന സ്വകാര്യ ബസിന് പുറകിൽ കോളനിപ്പടി ബസ് സ്റ്റോപ്പിൽ യാത്രക്കാരെ ഇറക്കുന്നതിനിടയിൽ പുറകിലുണ്ടായിരുന്ന ഓട്ടോറിക്ഷ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഇടിക്കുകയായിരുന്നു. പരിക്കേറ്റ അഷ്റഫിനെ ചാവക്കാട്ടെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടത്തിൽ ഓട്ടോയുടെ മുൻവശം പൂർണ്ണമായും തകർന്നു. മറ്റ് യാത്രക്കാർ ഇല്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ വികസന പദ്ധതികളുടെ ഏകോപനത്തിലും രൂപീകരണത്തിലും നിർണായക പങ്ക് വഹിക്കുന്ന DPCയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സൗമ്യ അനിലൻ പ്രതികരിച്ചു. കുന്നംകുളം നഗരസഭയുടെയും ജില്ലയിലെ മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളുടെയും വികസന മുന്നേറ്റത്തിന് കരുത്ത് പകരുന്ന രീതിയിൽ പ്രവർത്തിക്കുമെന്നും തന്നെ പിന്തുണച്ച പാർട്ടി നേതൃത്വത്തിനും ജനപ്രതിനിധികൾക്കും നന്ദി അറിയിക്കുന്നതായും സൗമ്യ അനിലൻ വ്യക്തമാക്കി. DPC അംഗമായി എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ നഗരസഭാ കൌൺസിലർമാരുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ പുഷ്പ ജോൺ കൌൺസിലർമാർക്ക് വേണ്ടി ചെയർപേഴ്സണെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. നഗരസഭയിൽ നടന്ന ചടങ്ങിൽ വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, മറ്റ് സ്ഥിരം സമിതി അധ്യക്ഷരായ T സോമശേഖരൻ, ആർഷ ജിജു, കൌൺസിലർമാർ തുടങ്ങിയവർ സംസാരിച്ചു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ എതിരില്ലാതെ DPC അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ടത്. 3 പതിറ്റാണ്ട് നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിൽ മറ്റം സെന്റ് ഫ്രാൻസിസ് സ്കൂളുകൾ തിരികെ ലഭിച്ചതിൽ നന്ദി സൂചകമായി മറ്റം സെന്റ് തോമസ് ഫൊറോന ദേവാലയത്തിൽ കൃതജ്ഞതാ ദിനം ആചരിച്ചു.
1998 മുതൽ തർക്കവിഷയമായിരുന്ന മാനേജ്മെന്റിന്റെ കാര്യത്തിലാണ് ജൂലൈ 31-ന് ഇടവകയ്ക്ക് അനുകൂലമായി സർക്കാർ ഉത്തരവായത്. കൃതജ്ഞതാ ദിനത്തോടനുബന്ധിച്ച് ദേവാലയത്തിൽ 12 മണിക്കൂർ ദിവ്യകാരുണ്യ ആരാധനയും മറ്റം നിത്യസഹായ മാതാവിന്റെ തീർത്ഥകേന്ദ്രത്തിലേക്ക് ജപമാല റാലിയും നടത്തി. തീർത്ഥകേന്ദ്രത്തിൽ കൃതജ്ഞതാ ബലി അർപ്പണത്തിന് ശേഷം വികാരി ഫാദർ ഫ്രാൻസിസ് ആളൂർ തീർത്ഥകേന്ദ്രത്തിൽ നിർമ്മാണം ആരംഭിക്കുന്ന ടവറിന്റെയും മറ്റം സ്കൂളിൽ ആരംഭിക്കുന്ന നിർമ്മാണ പ്രവർത്തനത്തിലുള്ള ശിലകളുടെയും ആശീർവാദം നടത്തി. തുടർന്ന് തീർത്ഥകേന്ദ്രത്തിന് ചുറ്റും ദിവ്യകാരുണ്യ പ്രദക്ഷിണവും ഉണ്ടായിരുന്നു. വികാരി ജിയോ വേലൂക്കാരൻ, ഡീക്കൻ മിബിൻ കീറ്റിക്കൽ, പള്ളി ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി. പഞ്ചായത്ത് വഴി അനധികൃതമായി സ്വകാര്യ വ്യക്തിക്ക് കൈവശം വയ്ക്കുവാൻ അനുമതി നൽകിയ എരുമപ്പെട്ടി പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനത്തിനെതിരെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്ക് പരാതി നൽകി. എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്ത് 15-ാം വാർഡിൽ ഉൾപ്പെടുന്ന മുട്ടിക്കൽ കർക്കിടകത്തുകാവ് റോഡിന്റെ കിഴക്കുവശത്ത് പുഴയിലേക്കുള്ള 12 അടിയിലധികം വീതിയുള്ള റോഡാണ് പഞ്ചായത്ത് ഭരണസമിതി സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം സ്വകാര്യ വ്യക്തി കയ്യേറിയിരിക്കുന്നത്. പ്രദേശത്തുള്ള കർഷകരുടെ സഞ്ചാര സ്വാതന്ത്ര്യവും ഇതുമൂലം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ബസന്തലാൽ, മുൻ വൈസ് പ്രസിഡന്റും നിലവിലെ പ്രസിഡന്റുമായ ബിന്ദു ഗിരീഷ് എന്നിവരടങ്ങിയ സ്റ്റിയറിംഗ് കമ്മിറ്റിയാണ് ഭൂമി കയ്യേറാൻ അനുമതി നൽകിയിട്ടുള്ളതെന്നാണ് ആരോപണം. അന്നത്തെ പഴയ വൈസ് പ്രസിഡന്റാണ് ഇപ്പോൾ ഇന്നത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബിന്ദു ഗിരീഷ്. അവരോട് ഞാൻ നേരിട്ട് സംസാരിക്കുകയും അവർക്ക് സ്ഥലം കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇന്ന് വരെ ഇപ്പോൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഒരു നിയമ നടപടിയും ഇതിൻ്റെ പേരിൽ എടുത്തിട്ടില്ല. അതിനുശേഷം വന്ന പല പരാതികൾക്കും ഇതിനോടനുബന്ധിച്ച് പ്രതികാര നടപടിയായിട്ട് പരാതി കൊടുത്ത വ്യക്തികൾക്കെതിരെ പരാതി കൊടുത്തിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ അന്വേഷണവും കാര്യങ്ങളൊക്കെ വന്നുപോയി. പക്ഷേ ഒരു പഞ്ചായത്തിൻ്റെ സ്വന്തമായിട്ടുള്ള ഭൂമി കയ്യേറാൻ വിട്ടുകൊടുത്തിട്ടുള്ള ഒരു കാര്യത്തിന് അതിനെതിരായിട്ടുള്ള പരാതിക്ക് ജനങ്ങൾക്കെല്ലാം ഉപകാരപ്പെട്ട് പഞ്ചായത്തിൻ്റെ സ്വത്തായിട്ട് നിർത്തേണ്ട ഭൂമിക്ക് ആ ഒരു റോഡ് സംരക്ഷിക്കാൻ വേണ്ടി ഇപ്പോഴും നിലപാട് എടുക്കാത്തത് വളരെ ദുരൂഹമായിട്ടുള്ള കാര്യമാണ്. സമീപ ഭൂവുടമയായ കർഷകൻ പഞ്ചായത്തിനു നൽകിയ പരാതിയിൽ കോട്ടപ്പുറം വില്ലേജ് ഓഫീസർ കയ്യേറ്റം സ്ഥിരീകരിച്ച് വിശദമായ മറുപടി നൽകിയിട്ടുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഭൂമി കയ്യേറ്റം ഒഴിപ്പിച്ച് വഴി തുറന്നുകൊടുക്കാൻ നിലവിലെ വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇത് നടപ്പിലാക്കാൻ ഇപ്പോഴത്തെ പ്രസിഡന്റോ സെക്രട്ടറിയോ തയ്യാറാകുന്നില്ലെന്നും ഇതിനെതിരെ ജില്ലാ പഞ്ചായത്ത് ഡയറക്ടർക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും പരാതി നൽകിയിട്ടുണ്ടെന്നും വാർഡ് മെമ്പർ ഫ്രിജോ വടക്കൂട്ട് അറിയിച്ചു. പാഴിയോട്ടുമുറിയിൽ എലിപ്പനി ബാധിച്ച് യുവാവ് മരിച്ചു. കൊട്ടിലിങ്ങൽ വീട്ടിൽ 40 വയസ്സുള്ള ഡാനിയാണ് മരിച്ചത്. കഴിഞ്ഞ ഞായറാഴ്ചയാണ് പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച ഉച്ചതിരിഞ്ഞ് 3 മണിയോടെയാണ് മരിച്ചത്. കൈപ്രമ്പ് ഭഗവതി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ മോഷണം. പുറ്റേക്കര ഭഗവതി വീരഭദ്രസ്വാമി ക്ഷേത്രത്തിൽ ഭണ്ഡാരങ്ങളുടെ പൂട്ട് തകർത്താണ് മോഷണം നടന്നത്. ക്ഷേത്രത്തിലെ 2 ഭണ്ഡാരങ്ങളുടെ പൂട്ടും ശ്രീകോവിലിന്റെ വാതിലിന്റെ പൂട്ടും മോഷ്ടാവ് തകർത്തുവെങ്കിലും ഭണ്ഡാരങ്ങളിലെ പണം കഴിഞ്ഞ ദിവസം എടുത്തിരുന്നതിനാൽ കാര്യമായി ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് കരുതുന്നത്. ഭണ്ഡാരത്തിൽ ബാക്കിയുണ്ടായിരുന്ന ചില്ലറത്തുട്ടുകൾ മോഷ്ടാവ് കൊണ്ടുപോയിട്ടില്ല. ഭണ്ഡാരങ്ങൾ കുത്തി തുറന്നതിനു പുറമെ സമീപമുള്ള വീട്ടിലെ ഹോണ്ടയുടെ സ്കൂട്ടറും മോഷ്ടാവ് കൊണ്ടുപോയിട്ടുണ്ട്. സംഭവത്തിൽ പേരാമംഗലം പോലീസ് അന്വേഷണം ആരംഭിച്ചു. കുന്നംകുളത്ത് നിയന്ത്രണം വിട്ട കാർ റോഡരികിലെ പറമ്പിലേക്ക് ഇടിച്ചിറങ്ങി. നെഹ്റു നഗർ റോഡിൽ ചൊവ്വാഴ്ച വൈകിട്ട് 5:30യോടെയായിരുന്നു അപകടം. സമീപത്തെ സ്വകാര്യ ദന്താശുപത്രിയുടെ പാർക്കിംഗിൽ നിന്ന് റോഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ കാറിന്റെ നിയന്ത്രണം നഷ്ടപ്പെടുകയും റോഡരികിലുള്ള പറമ്പിന്റെ താഴ്ചയിലേക്ക് ഇടിച്ചിറങ്ങുകയുമായിരുന്നു. കോട്ടപ്പടി സ്വദേശിയുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത്. സംഭവത്തിൽ ആളപായമില്ല. അപകടത്തെ തുടർന്ന് റോഡിൽ നേരിയ ഗതാഗത തടസ്സമുണ്ടായി. കാർ പിന്നീട് ക്രെയിൻ എത്തിച്ച റോഡിൽ നിന്നും നീക്കി. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിലെ താൽക്കാലിക റോഡിലൂടെയുള്ള ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലെ വെള്ളക്കെട്ട് മാറിയതോടെയാണ് ഗതാഗതം വീണ്ടും തുടങ്ങിയത്. താൽക്കാലിക റോഡിലെ വെള്ളക്കെട്ട് മൂലം 2 ആഴ്ചയോളം ഗതാഗതം നിലച്ചിരുന്നു. 3 മാസം മുൻപ് ചെറുവള്ളിക്കടവിൽ പാലം പുനർനിർമ്മിക്കാനായി പൊളിച്ചിരുന്നു. ഇതോടെ ബൈക്കുകൾക്കും ഓട്ടോറിക്ഷകൾക്കും പോകാനായി താൽക്കാലിക റോഡ് നിർമ്മിച്ചിരുന്നു. എന്നാൽ താൽക്കാലിക റോഡിന് ഉയരക്കുറവുള്ളതുമൂലം വെള്ളം കയറുമെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടിരുന്നു. മഴ ശക്തമായതോടെ താൽക്കാലിക റോഡിൽ വെള്ളം കയറി ഗതാഗതം മുടങ്ങുകയായിരുന്നു. സാമൂഹിക സേവനത്തിലൂന്നിയ കലാപ്രവർത്തനം നടത്തുന്ന CL സണ്ണിയുടെ സർഗസ് സബരിക്ക് സുവർണ ജൂബിലി. കലാജീവിതത്തിൽ 50 ആണ്ടുകൾ പിന്നിടുന്ന ആർട്ടിസ്റ്റ് സണ്ണിക്ക് കുന്നംകുളത്ത് ആദരമൊരുക്കി. നാടിന്റെ പൊതുയിടങ്ങളിൽ ബോധവൽക്കരണത്തിന്റെയും ചിന്തകളുടെയും സന്ദേശങ്ങൾ എഴുതി സജീവമായ തൃശൂർ ഫൈൻ ആർട്സ് കോളേജ് പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ
പാസ്റ്റർ CL സണ്ണിയുടെ കലാജീവിതത്തിന്റെ 50 വർഷങ്ങൾ പിന്നിടുന്നതിന്റെ ഭാഗമായാണ് സ്നേഹസംഗമവും അവാർഡ് ദാനവും നടത്തിയത്. കുന്നംകുളം ലിവ ടവർ ദർബാർ ഹാളിൽ നടന്ന സ്നേഹസംഗമത്തിൽ സാംസ്കാരിക കലാരംഗങ്ങളിലെ പ്രമുഖരും 50ഓളം ചിത്രകലാകാരന്മാരും പങ്കെടുത്തു. പ്രശസ്ത കലാകാരനും മാതൃഭൂമി ചീഫ് ആർട്ടിസ്റ്റുമായ മദനൻ ചടങ്ങുദ്ഘാടനം ചെയ്തു. കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ, വൈസ് ചെയർമാൻ PG ജയപ്രകാശ്, നടൻ വിജയൻ പള്ളിക്കര, ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടറി രാജു ചുങ്കത്ത്, ഡോക്ടർ സാജൻ C ജേക്കബ്, തൃശൂർ ജില്ലാ ചിത്രകലാ പരീഷത്ത് പ്രസിഡന്റ് സോമൻ അധീന, സെക്രട്ടറി ആർട്ടിസ്റ്റ് ഹരിദാസ്, കവയത്രിയും ചിത്രകാരിയുമായ ആർട്ടിസ്റ്റ് അനിത വർമ്മ, അടുപ്പുട്ടി സെന്റ് ജോർജ് ഓർത്തഡോക്സ് പള്ളി വികാരി ഫാദർ സ്റ്റീഫൻ ജോർജ് തുടങ്ങിയവർ സംസാരിച്ചു. ചലച്ചിത്ര അവാർഡ് ജേതാക്കളും സിനിമാരംഗത്തെ സജീവ സാന്നിധ്യങ്ങളുമായ അജയൻ ചാലിശ്ശേരി, അപ്പുണ്ണി സാജൻ, ഇന്ദുലാൽ കാവീട് എന്നീ കലാകാരന്മാരെ ആദരിച്ചു. 85 വയസ്സ് കഴിഞ്ഞ കലാകാരന്മാരായ ആർട്ടിസ്റ്റ് ബൈറൻ, ചെറിയാൻ വിദ്യാസാഗർ എന്നിവരെ പൊന്നാടണിയിച്ചു. 50ൽ പരം വർഷമായി ജില്ലയുടെ പല ഭാഗങ്ങളിൽ ചുവർ ചിത്രങ്ങളിലൂടെയും സൈൻ ബോർഡുകളിലൂടെയും നിറസാന്നിധ്യമായിരുന്ന ആർട്ടിസ്റ്റ് സണ്ണിയെ കലാകാരന്മാർ ചേർന്ന് ആദരിച്ചു. പരസ്യകലയിൽ ഒരു പുതിയ സൃഷ്ടി അവതരിപ്പിച്ച സിന്യ അനിലിനെ പ്രത്യേക അവാർഡ് നൽകി അനുമോദിച്ചു. കുന്നംകുളത്തു നിന്നും മൺമറഞ്ഞുപോയ 15ഓളം കലാകാരന്മാരെ അനുസ്മരിച്ചു. സദസ്സിൽ വരുന്നവരെ ലൈവായി വരയ്ക്കുന്ന പരിപാടിയിൽ ആർട്ടിസ്റ്റ് കാർത്തികേയൻ ചിത്രങ്ങൾ തത്സമയം വരച്ചു നൽകി. ചടങ്ങിന് ഉദയൻ, ജയപ്രകാശ്, ഷെരീഫ്, രാജൻ, സുനിൽ, ഗോപികൃഷ്ണൻ, ഷൈനി കക്കാട് എന്നിവർ നേതൃത്വം നൽകി. സന്യ അനിൽ സ്വാഗതവും ജയപ്രകാശ് നന്ദിയും പറഞ്ഞു. ചൊവ്വല്ലൂർ ശിവക്ഷേത്രത്തിലെ ഇല്ലം നിറ ചടങ്ങുകൾ ഭക്തിനിർഭരമായി രാവിലെ 8:30-നും 9:30-നും ഇടയിലുള്ള മുഹൂർത്തത്തിൽ നടന്ന ചടങ്ങുകൾക്ക് മേൽശാന്തി കുഴിപ്പുറം ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ക്ഷേത്രം നടയിലെത്തിച്ച കതിർക്കറ്റകൾ മേൽശാന്തിയും കീഴ്ശാന്തിക്കാരും തലച്ചുമടായി ക്ഷേത്രത്തിനകത്തേക്ക് കൊണ്ടുപോയി പൂജകൾ നടത്തി. തുടർന്ന് പൂജിച്ച നെൽക്കതിരുകൾ ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്തു. നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ സംബന്ധിച്ചു. ക്ഷേത്രം ഭാരവാഹികളായ ബാലകൃഷ്ണൻ നരിയംപുള്ളി, C ഹരിദാസ്, E പ്രഭാകരൻ എന്നിവർ നേതൃത്വം നൽകി. വെള്ളറക്കാട് മണ്ണാൻകുന്നിൽ 75കാരി ക്വാറിയിൽ വീണ് മരിച്ചു. തെക്കൂട്ടുവളപ്പിൽ കാളിക്കുട്ടിയാണ് മരിച്ചത്. ചൊവ്വാഴ്ച വൈകിട്ട് 4 മണിയോടെ നാട്ടുകാരാണ് കാളിക്കുട്ടിയെ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കരിങ്കൽ ക്വാറിയിൽ മരിച്ചു കിടക്കുന്ന നിലയിൽ കണ്ടത്. വർഷങ്ങളായി പ്രവർത്തനമില്ലാതെ കിടക്കുന്ന ക്വാറി നാട്ടുകാർ കുളിക്കുവാനും വസ്ത്രങ്ങൾ കഴുകാനും ഉപയോഗിക്കുന്നതാണ്. കാളിക്കുട്ടി ഈ ക്വാറിയിൽ ദിവസവും കുളിക്കാൻ പോകാറുണ്ട്. തലകറക്കം അനുഭവപ്പെടാറുള്ള കാളിക്കുട്ടി തലകറങ്ങി വീണതാകാമെന്നാണ് കരുതുന്നത്. മൃതദേഹം കുന്നംകുളം താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. എരുമപ്പെട്ടി പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ പുതുതായി സ്ഥാപിച്ച കാർഷിക വിപണന കേന്ദ്രം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ ഉദ്ഘാടനം ചെയ്തു. നഗരത്തിലെ കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ നേരിട്ട് വിപണനം ചെയ്യുന്നതിനും ഉപഭോക്താക്കൾക്ക് വിഷരഹിതമായ പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനുമായാണ് കേന്ദ്രം ആരംഭിച്ചിട്ടുള്ളത്. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പിന്റെയും കുന്നംകുളം നഗരസഭാ കൃഷിഭവന്റെയും സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൻസി, വാർഡ് കൌൺസിലർ രോഷിത്, കൌൺസിലറായ ശ്രീജിത്ത് ആവേൻ, കൃഷി ഓഫീസർ ജയൻ, കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു. കുട്ടിത്താരങ്ങൾ മിന്നും പ്രകടനം കാഴ്ചവെച്ച ട്രിപ്പിൾ ട്രബിൾ എന്ന ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം നടന്നു. സാജൻ ആന്റണീസിന്റെ ബാനറിൽ AK പ്രൊഡക്ഷൻസ് ഒരുക്കിയ ഹ്രസ്വചിത്രത്തിന്റെ ആദ്യ പ്രദർശനം വയലത്തൂർ B സിനിമാസിൽ നടന്നു. മുഹമ്മദ് മിഫ്രാസ്, ആദ്യ, വൈശാഖ്, റിഹാൻ, ആന്റണി സാജൻ എന്നീ കുട്ടിത്താരങ്ങൾ മത്സരിച്ചഭിനയിച്ച 15 മിനിറ്റ് ദൈർഘ്യമുള്ള ചിത്രം നിറഞ്ഞ സദസ്സിലാണ് പ്രദർശനം നടത്തിയത്. തട്ടിക്കൊണ്ടുപോയി ഒളിവിൽ പാർപ്പിച്ച പെൺകുട്ടിയെ റീൽസ് ചിത്രീകരണത്തിനിടെ കുട്ടികൾ രക്ഷപ്പെടുത്തുന്നതാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം. അമുദലാൽ, ബ്രിട്ടോ തോമസ് എന്നിവരും അഭിനേതാക്കളായ ചിത്രത്തിൽ ആക്ഷൻ രംഗങ്ങളിൽ ഉൾപ്പെടെ മികച്ച പ്രകടനമാണ് കുട്ടിത്താരങ്ങളായ മിഫ്രാനും ആദ്യയും റിഹാനും കാഴ്ചവെച്ചിരിക്കുന്നത്. GS ജോസ് സംവിധാനം നിർവഹിച്ച ചിത്രത്തിൽ ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണിയാണ് ക്യാമറ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ക്യാമറയിൽ നിന്നും പിറവിയെടുത്ത മനോഹരമായ ദൃശ്യവിസ്മയം ഹ്രസ്വചിത്രത്തെ ഒരു മുഴുനീള സിനിമയോട് ചേർത്ത് വെക്കുന്ന അനുഭവമാണ് കാണികൾക്ക് സമ്മാനിച്ചത്. മികച്ച കൈയടക്കത്തോടെ ചെയ്ത ചിത്രത്തിൽ ജിസ് ജോസ് സംവിധായകന്റെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്തതോടെ മികച്ച ദൃശ്യാനുഭവമാണ് ചിത്രം പ്രേക്ഷകർക്ക് നൽകിയത്. ഒരു സിനിമ കണ്ടിറങ്ങിയ ഫീലാണ് 15 മിനിറ്റിനുള്ളിൽ ചിത്രം സമ്മാനിച്ചതെന്ന് ചലച്ചിത്ര കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി പറഞ്ഞു.
നല്ലതായിട്ട് കുട്ടികളൊക്കെ നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. ക്യാമറ ഒക്കെ സൂപ്പറായിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ല AK പ്രൊഡക്ഷൻസ് നിർമ്മിച്ച ചിത്രത്തിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ലിജോ ലൂയിസും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് വൈശാഖ് സത്യയുമാണ്. ഇന്ദുലാൽ കാവീട് പ്രൊഡക്ഷൻ ഡിസൈനറായ ചിത്രത്തിന്റെ മ്യൂസിക് ചെയ്തത് സാൻജോ ജോസാണ്. മനു ആൻഡോ, ഷിനോ ഷാബി എന്നിവർ ചേർന്നാണ് ചിത്ര സംയോജനം നിർവഹിച്ചത്. ബിജു ബാലകൃഷ്ണൻ, മെൽവിൻ പൌലോസ്, അനയ് കൃഷ്ണ, KK ബിനു, മണികണ്ഠൻ മരത്താക്കര, ജോസഫ് പോൾസൺ, അക്ഷയ് തോമസ്, ജിംഷാദ് ഗുരുവായൂർ, കിഷോർ ഗുരുവായൂർ, അർജുൻ ശശികുമാർ, ജ്യോതി വൈശാഖ്, ജോയ്സി സാജൻ എന്നിവരും ചിത്രത്തിന്റെ അണിയറയിൽ പ്രവർത്തിച്ചു. പെൺകുട്ടിയായി അഭിനയിച്ച അമുദലാൽ കലാസംവിധായകൻ ഇന്ദുലാൽ കാവീടിന്റെ മകളും കുട്ടികളുടെ മൂവർ സംഘത്തിൽ ഉൾപ്പെട്ട റിഹാൻ ചലച്ചിത്ര സംവിധായകൻ സാജൻ ആന്റണിയുടെ മകനുമാണ്. നല്ല ഷോർട്ട് ഫിലിമായിരുന്നു, ഗംഭീരമായിരുന്നു, ഒരു സിനിമാറ്റിക് ഫീല് കിട്ടി. കുട്ടികളൊക്കെ നല്ല ആകാംക്ഷയോടെ കണ്ടിരുന്നു, ഭയങ്കര രസമുണ്ടായിരുന്നു. വളരെ നന്നായിരിക്കുന്നു, കുട്ടികളുടെ അഭിനയം വളരെ നന്നായിട്ടുണ്ട്, വളരെ നന്നായിട്ടുണ്ട്. നന്നായി അഭിനയിച്ചിട്ടുണ്ട് കുട്ടികളൊക്കെ, ഗംഭീരമായിട്ട് പൊരിച്ചു. അടിപൊളി, സൂപ്പർ, രക്ഷയില്ല, പിള്ളേരൊക്കെ തകർത്തിക്കണ്. സിനിമാ പ്രദർശനത്തിന് ശേഷം നടന്ന ചടങ്ങിൽ കുട്ടിത്താരങ്ങളും ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകരും ചേർന്ന് കേക്ക് മുറിച്ച് സന്തോഷം പങ്കുവച്ചു. ചലച്ചിത്ര നിർമ്മാതാവും പ്രവാസി വ്യവസായിയുമായ നെൽസൺ ഐപ്പ്, കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരി, ചലച്ചിത്ര സംവിധായകനും ക്യാമറാമാനുമായ സാജൻ ആന്റണി, യുവസംരംഭകൻ സജിത് ചോലയിൽ, ബി സിനിമാസ് ഉടമ ബെനോ, ചിത്രത്തിന്റെ സംവിധായകൻ ജീസ് ജോസ്, AK പ്രൊഡക്ഷൻസ് ഉടമ മസറൂർ തുടങ്ങിയവർ സംസാരിച്ചു. 15 മിനിറ്റ് കൊണ്ട് ഒരു മുഴുനീള സിനിമ കണ്ട ചാരിതാർത്ഥ്യവുമായാണ് ചിത്രം കാണാനെത്തിയവർ മടങ്ങിയത്. കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ ഗണപതി ഭഗവാന്റെ വാഹനമായ മൂഷിക രൂപം സമർപ്പിച്ചു. പഞ്ചലോഹത്തിൽ തീർത്ത മൂഷിക രൂപത്തിന് 6 കിലോയിലധികം തൂക്കമുണ്ട്. അക്കിക്കാവ് സ്വദേശി ഷാജി പാറയിൽ എന്ന ഭക്തനാണ് സമർപ്പണം നടത്തിയത്. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി കലശമാടിക്കൊണ്ടാണ് പ്രതിഷ്ഠിച്ചത്. തെക്കേക്കര സിൽവർ ജ്വല്ലറി ഉടമ തോമസിന്റെ നേതൃത്വത്തിലാണ് മൂഷിക രൂപത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് KK സുവിദാസ്, സെക്രട്ടറി സുനീഷ് അയനപ്പുള്ളി, ട്രഷറർ ഭാസ്കര കുറുപ്പ് എന്നിവർ നേതൃത്വം നൽകി. മാതൃസമിതി അംഗങ്ങളും കർമ്മസമിതി അംഗങ്ങളും ഭക്തജനങ്ങളും പങ്കെടുത്തു. ഇനി ഓണവിശേഷം. ചോദ്യനാളിൽ ഗുരുവായൂർ ക്ഷേത്രനടയിൽ ഒരുക്കിയ ഉണ്ണിക്കണ്ണന്റെ പൂക്കളം ശ്രദ്ധേയമായി. അമ്പാടി കൂട്ടായ്മയാണ് 10 അടിയോളം നീളമുള്ള ഉണ്ണിക്കണ്ണന്റെ പൂക്കളം തീർത്തത്. ഇല്ലനിറയായതിനാൽ ശംഖ് പിടിച്ച ഉണ്ണിക്കണ്ണനെയാണ് വിവിധ വർണ്ണങ്ങളിലുള്ള പൂക്കൾ കൊണ്ട് മനോഹരമാക്കിയത്. പ്രശസ്ത കുരുത്തോല കലാകാരനായ സുബ്രഹ്മണ്യൻ കുരുത്തോലയുടെ നേതൃത്വത്തിലുള്ള കലാകാരന്മാരാണ് പൂക്കളം തയ്യാറാക്കിയത്. അമ്പാടി കൂട്ടായ്മ ഭാരവാഹികളായ KP ഉദയൻ, കണ്ണൻ പന്തായിൽ, സുരേഷ് നായർ പാലിയത്ത്, ബാബുരാജ് ഗുരുവായൂർ, മെൽവിൻ കൊമ്പൻ, നന്ദൻ തൂവാര, T മിന്നു എന്നിവർ നേതൃത്വം നൽകി. ഗുരുവായൂർ ക്ഷേത്ര സന്നിധിയിൽ ചിങ്ങമാസത്തിലെ വിവാഹ തിരക്ക് നിയന്ത്രിക്കുന്നതിനായി ഉന്നതതല യോഗം ചേർന്നു. ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്രനഗരിയിലും അധികം പോലീസിനെ വിന്യസിക്കാൻ ജില്ലാ പോലീസ് മേധാവിക്ക് കത്ത് നൽകാൻ യോഗത്തിൽ തീരുമാനമായി. ഓഗസ്റ്റ് 23-ന് 422-ഉം 30-ന് 338-ഉം സെപ്റ്റംബർ 13-ന് 320 വിവാഹങ്ങളാണ് ഷീട്ടാക്കിയിരിക്കുന്നത്. ഇതിനു പുറമെ ഈ മാസം 25-ന് ഉത്രാടക്കുല സമർപ്പണത്തിനും വലിയ തിരക്ക് പ്രതീക്ഷിക്കുന്നുണ്ട്. ഓണാവധിയായതിനാൽ ദർശനത്തിനും വലിയ ഭക്തജന തിരക്കുണ്ടാകും. ഈ സാഹചര്യത്തിലാണ് ദേവസ്വം വിവിധ വകുപ്പ് മേധാവികളുടെ യോഗം വിളിച്ചു ചേർത്തത്. തിരക്കുള്ള ദിവസങ്ങളിൽ പുലർച്ചെ 4 മുതൽ വിവാഹങ്ങൾ ആരംഭിക്കും. താലികെട്ടിനായി 6 മണ്ഡപങ്ങൾ സജ്ജമാക്കും. താലികെട്ട് ചടങ്ങ് നിർവഹിക്കാൻ അധിക കോയ്മമാരെയും മംഗളവാദി സംഘത്തെയും നിയോഗിക്കും. ഫോട്ടോഗ്രാഫർമാർ ഉൾപ്പെടെ 24 പേർക്ക് മണ്ഡപത്തിന് സമീപം പ്രവേശനം അനുവദിക്കൂ. കിഴക്കേ നടയിൽ പൂർണ്ണമായും വൺ വേ ഏർപ്പെടുത്തും. വധൂവരന്മാരെ ടോക്കൺ പ്രകാരമാണ് കടത്തിവിടുക. താലികെട്ടു കഴിഞ്ഞാൽ വിവാഹസംഘം തെക്കേ നട വഴി മടങ്ങിപ്പോകണം. തിരക്ക് നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ക്ഷേത്രത്തിനകത്ത് പ്രദക്ഷിണം, അടിപ്രദക്ഷിണം, ശയനപ്രദക്ഷിണം എന്നിവ അനുവദിക്കില്ല. ക്ഷേത്രത്തിനകത്തും പുറത്തും മഫ്റ്റിയിൽ പോലീസിനെ വിന്യസിക്കും. ക്ഷേത്രത്തിനകത്തും പുറത്തും ക്ഷേത്ര നഗരിയിലും CCTV ക്യാമറകൾ എല്ലാം അടിയന്തരമായി പ്രവർത്തനക്ഷമമാക്കും. 24 മണിക്കൂറും CCTV നിരീക്ഷണം ശക്തമാക്കാൻ സുരക്ഷാ ജീവനക്കാരെ നിയോഗിക്കും. സാമൂഹ്യവിരുദ്ധ പ്രവർത്തനം ശ്രദ്ധയിൽപ്പെട്ടാൽ കർശന നിയമ നടപടി സ്വീകരിക്കും. ഇന്നർ ഔട്ടർ റിംഗ് റോഡുകളിൽ വാഹന പാർക്കിംഗ് അനുവദിക്കില്ല. അത്യപൂർവമായ തിരക്ക് പ്രതീക്ഷിക്കുന്നതിനാൽ ഗുരുവായൂരിലേക്ക് അനാവശ്യ യാത്ര ഒഴിവാക്കണമെന്നും അധികൃതർ അഭ്യർത്ഥിച്ചു.
2024 സെപ്റ്റംബർ 8-ന് 334 വിവാഹങ്ങൾ നടന്നതാണ് നിലവിലെ റെക്കോർഡ്. ഇത്തവണ ഈ റെക്കോർഡ് മറികടക്കും. ദേവസ്വം കോൺഫറൻസ് ഹാളിൽ നടന്ന യോഗത്തിൽ ദേവസ്വം ചെയർമാൻ AV ഗോപിനാഥ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ കളക്ടർ ശിഖ സുരേന്ദ്രൻ, ഗുരുവായൂർ ACP M സുരേന്ദ്രൻ, ടെമ്പിൾ പോലീസ് SHO വിനോദ് വലിയാട്ടൂർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ SD സജിത് ലാൽ, ദേവസ്വം ഭരണസമിതി അംഗങ്ങളായ C മനോജ്, MU ഷിനിജ തുടങ്ങിയവർ സംസാരിച്ചു. കൂനമുച്ചി പൗരസമിതിയുടെ ആഭിമുഖ്യത്തിൽ നിർധനരായ രോഗികൾക്കുള്ള ഓണക്കോടി വിതരണം നടത്തി. കൂനമുച്ചി സെന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് ഇടവക വികാരി ഫാദർ ജേസൺ മാറോക്കി ഓണക്കോടി വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MP സജീബ് മുഖ്യാതിഥിയായി. കണ്ടാണിശ്ശേരി ഗ്രാമപഞ്ചായത്ത് അംഗം വിനു ജോൺസൺ, കുടുംബാരോഗ്യ കേന്ദ്ര മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ചിന്ത, ഹെൽത്ത് ഇൻസ്പെക്ടർ NF ജോസഫ്, സിസ്റ്റർ സരള, കൂനമുച്ചി പൗരസമിതി പ്രസിഡന്റ് മാർട്ടിൻ കൂനമുച്ചി, പൗരസമിതി അംഗം ജോയ് കൂനമുച്ചി എന്നിവർ ചടങ്ങിൽ സംബന്ധിച്ചു. കുന്നംകുളം നഗരസഭയുടെ നേതൃത്വത്തിൽ കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് തുടക്കമായി. നഗരസഭാ പരിസരം, പഴയ ബസ് സ്റ്റാൻഡ് പരിസരം, ഗുരുവായൂർ റോഡ് എന്നിങ്ങനെ 3 പ്രധാന കേന്ദ്രങ്ങളിലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് കുന്നംകുളം നഗരസഭ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ വിശേഷാൽ ഓണച്ചന്തകൾ പ്രവർത്തനം തുടങ്ങിയത്. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ അയൽക്കൂട്ട യൂണിറ്റുകളിൽ നിർമ്മിച്ച വിഷരഹിതവും ഗുണമേന്മയുള്ളതുമായ വിവിധ ഉൽപ്പന്നങ്ങളും ഓണവിഭവങ്ങളുമാണ് ചന്തയിലൂടെ പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുന്നത്. ഓണച്ചന്തകളുടെ ഉദ്ഘാടനം കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലൻ നിർവഹിച്ചു. CDS2 ചെയർപേഴ്സൺ രമണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷരായ പുഷ്പ ജോൺ, മിനി മോൺസി, മിഷ സെബാസ്റ്റ്യൻ, T സോമശേഖരൻ, R ഷാജിജു, രാഷ്ട്രീയ കക്ഷി നേതാവ് ഷാജി ആലിക്കൽ, വിവിധ വാർഡ് കൗൺസിലർമാർ, CDS1 ചെയർപേഴ്സൺ ഷീജ ജയൻ, കുടുംബശ്രീ മെമ്പർ സെക്രട്ടറി ബിന്നു, കുടുംബശ്രീ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു. വിഷരഹിത ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാകുന്നതിനാൽ കുടുംബശ്രീ ഓണച്ചന്തകൾക്ക് മികച്ച പ്രതികരണമാണ് പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. വേലൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ ഓണം സഹകരണ വിപണിയുടെ ഉദ്ഘാടനം KPCC ജനറൽ സെക്രട്ടറി MP വിൻസെന്റ് നിർവഹിച്ചു. ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പൽ അധ്യക്ഷനായി. കർഷക സേവന കേന്ദ്രം, കർഷക കൂട്ടായ്മയിലെ ഭൂ ഉടമകളായ കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. അംഗസമാശ്വാസ നിധി ധനസഹായ വിതരണത്തിന്റെ ഉദ്ഘാടനവും ചടങ്ങിൽ നടത്തി. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഫ്രെഡി ജോൺ, പഞ്ചായത്ത് മെമ്പർ ബദുൽ സൈമൺ, ബാങ്ക് സെക്രട്ടറി MD ജോസഫ്, തൃശൂർ ജോയിന്റ് രജിസ്ട്രാർ ജനറൽ P രാമചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. 10 വർഷം നെൽകൃഷിക്ക് നേതൃത്വം നൽകിയ ഡയറക്ടർ PO സണ്ണി, മികച്ച ക്ഷീരകർഷകൻ AD ലോറൻസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ഡയറക്ടർ ബോർഡ് അംഗങ്ങളായ സണ്ണി പുലിക്കൂട്ടിൽ, PA സജീഷ്, പ്രേമ പുരുഷോത്തമൻ, ലിജി ലോറൻസ്, സരസ്വതി സിദ്ധാർത്ഥൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഗുരുവായൂർ വ്യാപാരി വ്യവസായി സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ സഹകരണ ഓണം വിപണി ആരംഭിച്ചു. കൺസ്യൂമർ ഫെഡിന്റെ സഹകരണത്തോടെ വ്യാപാര ഭവനിൽ ആരംഭിച്ച വിപണിയുടെ ഉദ്ഘാടനം NK അക്ബർ MLA നിർവഹിച്ചു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് TN മുരളി അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് അസിസ്റ്റന്റ് രജിസ്ട്രാർ മോളി പീറ്റർ ആദ്യ വിൽപ്പന നിർവഹിച്ചു. ഗുരുവായൂർ നഗരസഭ പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് ഏറ്റുവാങ്ങി. വാർഡ് കൗൺസിലർ ശോഭ ഹരിനാരായണൻ മുഖ്യാതിഥിയായിരുന്നു. മമ്മിയൂർ ദേവസ്വം ട്രസ്റ്റ് ബോർഡ് ചെയർമാൻ GK പ്രകാശൻ, CV ശശിധരൻ, GK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. സബ്സിഡി നിരക്കിൽ 10 ഇനം നിത്യോപയോഗ സാധനങ്ങളും നോൺ സബ്സിഡി വിഭാഗത്തിൽ 13 ഇനം സാധനങ്ങളും ഓണം വിപണിയിലൂടെ ലഭ്യമാണ്. കൂടാതെ വിവിധ സാധനങ്ങൾ ഉൾപ്പെടുന്ന കിറ്റിന് 1570 രൂപയാണ് വില. പൊതുവിപണിയിലെ വിലക്കയറ്റത്തിന് ആശ്വാസമേകുന്നതിനോടൊപ്പം ഓണക്കാലത്ത് നിത്യോപയോഗ സാധനങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുകയാണ് സഹകരണ ഓണം വിപണിയുടെ ലക്ഷ്യം. ഓഗസ്റ്റ് 25 വരെ രാവിലെ 9 മുതൽ വൈകിട്ട് 5 വരെയാണ് വിപണി പ്രവർത്തിക്കുന്നത്. ഗുരുവായൂർ സുവിധം ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിൽ ഓണസംഗമം സംഘടിപ്പിച്ചു. മാതാ കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സംഗമം ഗുരുവായൂർ ACP M സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. സുവിധം പ്രസിഡന്റ് PK സരസ്വതി അമ്മ അധ്യക്ഷത വഹിച്ചു. 100ഓളം അമ്മമാർക്ക് 500 രൂപ പെൻഷൻ, 500 രൂപ ചികിത്സാ സഹായം, ഓണസദ്യ എന്നിവ നൽകി. പ്രവാസി വ്യവസായി ഷിബിൽ ഹസൻ പെൻഷൻ വിതരണം നിർവഹിച്ചു. നഗരസഭാ കൗൺസിലർ ശോഭ ഹരിനാരായണൻ ഓണ സന്ദേശം നൽകി. KHRA യൂണിറ്റ് പ്രസിഡന്റ് OKR മണികണ്ഠൻ ചികിത്സാ ധനസഹായ വിതരണം നിർവഹിച്ചു. സീമ നീലേഷ്, വരുണൻ കൊപ്പര, അബ്ദുട്ടി കൈതമുക്ക്, സിസ്റ്റർ റോസ്ലിൻ, KV രാമകൃഷ്ണൻ, ബാലൻ വാരണാട്ട്, മാർട്ടിൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു.
UDF സർക്കാർ തുടക്കമിടുന്ന വയോജന വകുപ്പിൽ പെൻഷൻകാരായ സർക്കാർ ജീവനക്കാർ സേവനം നൽകാൻ തയ്യാറാകണമെന്ന് KPCC സെക്രട്ടറി PT അജയ് മോഹൻ അഭിപ്രായപ്പെട്ടു. KSSPA കുന്നംകുളം നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രാജീവ് ഗാന്ധി ടൗൺ ഹാളിൽ സംഘടിപ്പിച്ച ഓണാഘോഷവും പുതിയ അംഗങ്ങൾക്കുള്ള സ്വീകരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പെൻഷൻകാർക്ക് 2026 ജനുവരി മുതലുള്ള ക്ഷാമാശ്വാസം ലഭിക്കുമെന്നും കഴിഞ്ഞ 10 വർഷമായി നഷ്ടപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ ശക്തമായ ശ്രമങ്ങൾ നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിയോജക മണ്ഡലം പ്രസിഡന്റ് M. ഹരിദാസൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സംഘടനയിലേക്ക് പുതുതായി കടന്നുവന്ന 65 അംഗങ്ങൾക്ക് ചടങ്ങിൽ ഊഷ്മളമായ സ്വീകരണം നൽകി. സെക്രട്ടറി A. അബ്ദുൾ മജീദ്, KPCC അംഗം ജോസഫ് ചാലിശ്ശേരി, മുനിസിപ്പൽ കൗൺസിലർമാരായ ലബീബ് ഹസൻ, ബീന, അനീന, കുന്നംകുളം മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് PI തോമസ്, ചൊവ്വനൂർ ബ്ലോക്ക് അംഗങ്ങളായ ആൻഡോ പോൾ, മഞ്ജുഷ തയ്യൂർ, KSSPA ജില്ലാ പ്രസിഡന്റ് പോളച്ചൻ മാസ്റ്റർ, സംസ്ഥാന കൗൺസിലർ TS സുബ്രഹ്മണ്യൻ, വനിതാ ഫോറം ജില്ലാ പ്രസിഡന്റ് MJ മേഴ്സി, ജില്ലാ കമ്മിറ്റി അംഗം നദീറ, ട്രഷറർ MS സിറാജ്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP യേശുദാസ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. സമ്മേളനത്തിനുശേഷം വിഭവസമൃദ്ധമായ ഓണസദ്യയും പെൻഷൻകാരുടെ വിവിധ ഓണക്കളികളും മനോഹരമായ കലാപരിപാടികളും അരങ്ങേറി. കാട്ടകാമ്പാൽ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ കുടുംബശ്രീയുടെ നേതൃത്വത്തിൽ നടന്ന ഓണച്ചന്തയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ജയശങ്കർ നിർവഹിച്ചു. കുടുംബശ്രീ ചെയർപേഴ്സൺ ബിന്ദു മനോഹരൻ അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികളായ സന്ധ്യ സജിത്, വിജയ ഗോപി, പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി KS സുജ, ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ തുടങ്ങിയവർ സംസാരിച്ചു. ചിറക്കൽ സംഗമം പാലസിൽ നടന്ന ചടങ്ങിൽ വിവിധ കുടുംബശ്രീ യൂണിറ്റുകളുടെ സ്റ്റാളുകളാണ് ഒരുക്കിയിട്ടുള്ളത്. പുനേർകുളം സർവീസ് സഹകരണ ബാങ്ക് നീതി സൂപ്പർ മാർക്കറ്റിൽ ഓണം സഹകരണ വിപണിക്ക് തുടക്കമായി. സഹകരണ സംഘം അസിസ്റ്റന്റ് രജിസ്ട്രാർ CP മൂളി ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് P. ഗോപാലൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് TK ഹസൻ, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ അബൂബക്കർ കുന്നംകാട്ടയിൽ, വികസന സ്ഥിരം സമിതി അധ്യക്ഷൻ KP ധർമ്മൻ എന്നിവർ മുഖ്യാതിഥികളായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് PP ബാബു, ബാങ്ക് ഡയറക്ടർമാരായ മൂസ ആലത്തയിൽ, ഭാസ്കരൻ കൊട്ടേപ്പാട്ട്, മുഹമ്മദ് അലി കോറോത്തയിൽ, രമണി അശോകൻ, ടിപ്പു സുൽത്താൻ, രാജേഷ് പഴിയൂർ, യശോധര മോഹനചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഓണവിപണിയിൽ മാർക്കറ്റിൽ 2000 രൂപയോളം വില വരുന്ന 19 ഇനം നിത്യോപയോഗ സാധനങ്ങളുടെ കിറ്റ് 1350 രൂപയ്ക്ക് ലഭിക്കും. ബാങ്കിന്റെ അണ്ടത്തോട് ബ്രാഞ്ചിലും വിതരണം ഉണ്ടാകും. കുന്നംകുളം ശ്രീ വിവേകാനന്ദ കോളേജിൽ കളംപാട്ട് കലാകാരൻ കടന്നമണ്ണ ശ്രീനിവാസന്റെ നേതൃത്വത്തിൽ കളംപാട്ട് ശില്പശാല നടത്തി. പ്രിൻസിപ്പൽ ഡോക്ടർ KS രജിത് ഉദ്ഘാടനം ചെയ്തു. മലയാളം വകുപ്പ് മേധാവി ഡോക്ടർ MR രാജേഷ്, കാർഷിക ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ PR രമ്യ, ഫോക്ലോർ ക്ലബ്ബ് കോർഡിനേറ്റർ ഡോക്ടർ S ഗിരീഷ് കുമാർ, കോളേജ് യൂണിയൻ UUC റംലത്ത് എന്നിവർ സംസാരിച്ചു. മലയാള വിഭാഗം, ഫോക്ലോർ ക്ലബ്ബ്, കാർഷിക ക്ലബ്ബ് എന്നിവ ചേർന്നാണ് ചിങ്ങം 1 ശില്പശാല നടത്തിയത്. കേരള ഫോക്ലോർ അക്കാദമി അവാർഡ് ഉൾപ്പെടെ നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ള കടന്നമണ്ണ ശ്രീനിവാസൻ ഇതിനോടകം 318ഓളം സ്കൂളുകൾ, കോളേജ് ക്യാമ്പസുകളിൽ കളംപാട്ട് ശില്പശാലകൾ നടത്തിയിട്ടുണ്ട്. അന്യമായിക്കൊണ്ടിരിക്കുന്ന ഒരു അനുഷ്ഠാന കലയാണ് കളംപാട്ട്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയാനും, പ്രത്യേകിച്ച് ഇന്ന് തലമുറകളിലുള്ള കുട്ടികൾക്ക് കൂടുതൽ അറിയാനും മനസ്സിലാക്കാനും കളമെഴുത്തിനെ കൂടുതൽ അറിയാനും വേണ്ടി കലാലയങ്ങളിലും സ്കൂളുകളിലും ഒരു കളംപാട്ട് ശില്പശാല എന്നുള്ളൊരു പ്രവർത്തനമാണ് ചെയ്തു വരാറ്. കുട്ടികളുടെ മുമ്പിൽ കളം പരിപൂർണമായി വരച്ച് കളംപാട്ടിൻ്റെ ചടങ്ങുകൾ, ഐതിഹ്യങ്ങൾ, അതേപോലെ ഇതിൻ്റെ അനുഷ്ഠാന രീതികൾ ഒക്കെ വിവരിക്കുന്ന തരത്തിലുള്ള ഒരു ശില്പശാലയായിട്ടാണ് ചെയ്യാറ്. കേരളത്തിൻ്റെ 52 വളരെ പ്രസിദ്ധമായ കോളേജുകൾ ഉൾപ്പെടെ എനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സ്കൂളുകളിലും കോളേജുകളിലുമായിട്ട് എനിക്ക് പരിപാടി നടത്താൻ സാധിച്ചിട്ടുണ്ട്. ഇന്ന് ഇവിടെ വിവേകാനന്ദ കോളേജിൽ നടന്ന കളംപാട്ട് ശില്പശാല 319ാമത്തെ ശില്പശാലയാണ് എന്നുള്ള ഒരു സന്തോഷം കൂടി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ചൂണ്ടൽ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട ഫണ്ട് ശേഖരണോദ്ഘാടനം പാണക്കാട് സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. ഫസലുദ്ദീൻ കമറുദ്ദീനിൽ നിന്ന് ഫണ്ട് ഏറ്റുവാങ്ങിയാണ് തങ്ങൾ ഫണ്ട് ശേഖരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. സയ്യിദ് മുനവർ അലി ശിഹാബ് തങ്ങൾ മുഖ്യരക്ഷാധികാരിയായും CH റഷീദ്, ASM അസ്ഹർ അലി തങ്ങൾ, ഫസലുദ്ദീൻ, കമറുദ്ദീൻ എന്നിവർ രക്ഷാധികാരികളായും VK യൂസഫ് മാസ്റ്റർ ചെയർമാനായും RI ഇസ്ഹാഖ് വർക്കിംഗ് ചെയർമാനുമായുള്ള നിർമ്മാണ കമ്മിറ്റിയാണ് ഓഫീസിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഉദ്ഘാടന ചടങ്ങിൽ നിർമ്മാണ കമ്മിറ്റി വർക്കിംഗ് ചെയർമാൻ RI ഇസ്ഹാഖ്, ജനറൽ കൺവീനർ PA സാദിഖ്, ട്രഷറർ നൂറുദ്ദീൻ വെട്ടുകാട് എന്നിവർ സംബന്ധിച്ചു. മറ്റ് ഭാരവാഹികളും ഓഫീസ് നിർമ്മാണ കമ്മിറ്റി അംഗങ്ങളും ഉണ്ടായിരുന്നു.
ചെമ്മണ്ണൂർ കുടുംബയോഗത്തിന്റെ 26ാമത് വാർഷികം അഞ്ഞൂർ കമ്പനിപ്പടി ഭാഗ്യലക്ഷ്മി ഓഡിറ്റോറിയത്തിൽ നടത്തി. പോർക്കുളം സെന്റ് ആദായ് ശ്ലീഹ പള്ളി വികാരിയും കുടുംബയോഗം പ്രസിഡന്റുമായ ഫാദർ ഗീവർഗീസ് ചെമ്മണ്ണൂരിന്റെ അധ്യക്ഷതയിൽ പഴഞ്ഞി MD കോളേജ് വൈസ് പ്രിൻസിപ്പാൾ പ്രൊഫസർ ഡോക്ടർ റിജിമോൻ ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റ് ട്രെയിനറും സംരംഭകനുമായ ഷാജൻ മാറൂക്കി മുഖ്യപ്രഭാഷണം നടത്തി. SSLC+2 വിജയികൾക്ക് ചടങ്ങിൽ അവാർഡുകൾ സമ്മാനിച്ചു. നവജാത ശിശുക്കളെയും നവദമ്പതികളെയും ആദരിച്ചു. ഫാൻസി സണ്ണി, CC വർഗീസ് എന്നിവർ സംസാരിച്ചു. സെക്രട്ടറി ജൂബി C ജോർജ്, ട്രഷറർ CT മിൽട്ടൺ എന്നിവർ നേതൃത്വം നൽകി. കുടുംബാംഗങ്ങളുടെ കലാപരിപാടികളും സ്നേഹവിരുന്നും ഉപഹാര വിതരണവും ഉണ്ടായിരുന്നു. T അബി സ്വാഗതവും അനു റിജു നന്ദിയും പറഞ്ഞു. മണ്ണിൽ വിയർപ്പൊഴുക്കി പൊന്നു വിളയിച്ച അന്നദാതാക്കൾക്ക് ആദരമർപ്പിച്ച് നാടെങ്ങും കർഷക ദിനാചരണം. തദ്ദേശ സ്ഥാപനങ്ങളുടെയും കൃഷിഭവനുകളുടെയും സംയുക്ത നേതൃത്വത്തിൽ കർഷകരെ ആദരിച്ചും കൃഷിയുടെ മഹത്വം ഉയർത്തിക്കാട്ടിയും പരിപാടികൾ സംഘടിപ്പിച്ചു. വിശദാംശങ്ങളിലേക്ക്. മന്നലാംകുന്ന് GFUP സ്കൂളിന്റെ നേതൃത്വത്തിൽ ചിങ്ങം 1 കർഷക ദിനത്തിൽ കൃഷിക്ക് തുടക്കം കുറിച്ചു. പ്രധാനാധ്യാപിക സുനിത മേപ്പുറത്ത് തൈ നട്ടും വിത്തുപാകിയും ഉദ്ഘാടനം നിർവഹിച്ചു. കൃഷി പരിസ്ഥിതി സബ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എൻവിയോൺമെന്റ് എഡ്യൂക്കേഷൻ പ്രോഗ്രാമിന്റെ ഭാഗമായി വിദ്യാർത്ഥികളാണ് കാർഷിക പ്രവൃത്തി ചെയ്യുന്നത്. PTA പ്രസിഡന്റ് അസീസ് മന്നലാംകുന്ന്, SMC ചെയർമാൻ യൂസഫ് തണ്ണിത്തുറക്കൽ, സബ് കമ്മിറ്റി അംഗങ്ങളായ ജംഷിയ, സീനത്ത്, EP ഇൻചാർജ് നജ്മുനീസ ടീച്ചർ എന്നിവർ പങ്കെടുത്തു. കാട്ടകമ്പൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നടന്ന കർഷക ദിനാചരണത്തിന്റെ ഉദ്ഘാടനം കുന്നംകുളം MLA AC മൊയ്തീൻ നിർവഹിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ജയശങ്കർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനി ഐപ്പ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ MP രാജൻ, KM റസാഖ്, ശൈലജ അരുൺദാസ്, ബ്ലോക്ക് പഞ്ചായത്ത് ജനപ്രതിനിധികൾ, ഗ്രാമപഞ്ചായത്ത് ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു. ഗ്രാമപഞ്ചായത്തിലെ 12ഓളം വിഭാഗങ്ങളിലുള്ള കർഷകരെയാണ് ചടങ്ങിൽ പൊന്നാടയും ഉപഹാരവും നൽകി ആദരിച്ചത്. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. പഞ്ചായത്തിന്റെയും ചൂണ്ടൽ കൃഷിഭവന്റെയും സംയുക്താഭിമുഖ്യത്തിൽ കർഷക ദിനാചരണം സംഘടിപ്പിച്ചു. കേച്ചേരി സിറ്റി മഹൽ ഓഡിറ്റോറിയത്തിൽ നടന്ന കർഷക ദിനാഘോഷം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA ഉദ്ഘാടനം ചെയ്തു. ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ് അധ്യക്ഷയായി. ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി. കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിയ ജോസഫ് പദ്ധതി വിശദീകരണം നടത്തി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി ചെയർപേഴ്സൺമാരായ ശൈലജ പുഷ്പാകരൻ, ജൂലറ്റ് വിനു, സച്ചിൻ പ്രകാശ്, ചൊവ്വന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ KS ജിനി, രമ വേലായുധൻ, ആൻഡോ പോൾ, കൃഷി ഓഫീസർ CM ഭുവന, അസിസ്റ്റന്റ് കൃഷി ഓഫീസർ യമുന ദേവി എന്നിവർ സംസാരിച്ചു. ജനപ്രതിനിധികൾ, മേഖലയിലെ സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, പാടശേഖര സമിതി ഭാരവാഹികൾ തുടങ്ങിയവർ സംബന്ധിച്ചു. മുതിർന്ന കർഷകൻ ഫ്രാൻസിസ് തെക്കേക്കര, മികച്ച കർഷക തൊഴിലാളി ശശി പൊന്നരാശ്ശേരി, മികച്ച ജൈവ കർഷകൻ K ജയരാജൻ, മികച്ച വനിതാ കർഷക തങ്ക കുമാരൻ, മികച്ച വിദ്യാർത്ഥി കർഷകൻ അലൻ ജോയ്, മികച്ച പട്ടികജാതി കർഷകൻ KC ചന്ദ്രൻ, മികച്ച നെൽ കർഷകൻ MB ശിവദാസൻ മണ്ഡകത്തിങ്കൽ, മികച്ച ക്ഷീര കർഷകൻ മുഹമ്മദ് കുട്ടി പുതുവീട്ടിൽ, മികച്ച പച്ചക്കറി കർഷകൻ RM സിദ്ദിഖ്, മികച്ച സ്ഥാപനം ഐശ്വര്യ അംഗൻവാടി പെരക്കാട്ടുവയ്യൂർ, മികച്ച യുവകർഷക അമൃത അങ്കദൻ, മികച്ച സമ്മിശ്ര കർഷകൻ MA മുരളീധരൻ, മികച്ച പഴവർഗ കർഷകൻ സേവി ജേക്കബ് K എന്നിവരെ ചടങ്ങിൽ MLA ആദരിച്ചു. കർഷകർക്ക് സൗജന്യമായി പച്ചക്കറി തൈ വിതരണം ചെയ്തു. പോർക്കുളം പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആഘോഷിച്ചു. കമ്മ്യൂണിറ്റി ഹാളിൽ പഞ്ചായത്ത് പ്രസിഡന്റ് KA ജ്യോതിഷിന്റെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം MLA AC മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CG രഘുനാഥ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് തുഷാര സുധീഷ്, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ തമ്പി K ജോബ്, രേഖ ജയരാമൻ, വാർഡ് മെമ്പർമാർ എന്നിവർ സംസാരിച്ചു. കൃഷി ഓഫീസർ സുഷ്ന സ്വാഗതവും അസിസ്റ്റന്റ് കൃഷി ഓഫീസർ രജിത നന്ദിയും പറഞ്ഞു. തുടർന്ന് കാർഷിക മേഖലകളിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച കർഷകരെ ആദരിച്ചു. ചാലിശ്ശേരി പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനം ആചരിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് റംല വീരാൻകുട്ടിയുടെ അധ്യക്ഷതയിൽ നടന്ന ദിനാചരണം തൃത്താല MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. കൃഷി ഓഫീസർ C സൂര്യ പദ്ധതി വിശദീകരണം നടത്തി. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് UK സുരേഷ് ബാബു, വികസനകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ CG സാബു, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ ആനി വിനു, ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർപേഴ്സൺ സവിത അജി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഹുസൈൻ പുളിയഞ്ഞാലിൽ, CDS ചെയർപേഴ്സൺ ലളിത സുന്ദരൻ, വിവിധ വാർഡ് മെമ്പർമാർ, പാടശേഖര സമിതി ഭാരവാഹികൾ, പഞ്ചായത്ത് സെക്രട്ടറി MM ജമീല എന്നിവർ സംസാരിച്ചു. ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ നിന്നും വാദ്യമേള ആഘോഷങ്ങളുടെ അകമ്പടിയോടെ കാർഷിക ദിന ഘോഷയാത്ര ആരംഭിച്ച് ചാലിശ്ശേരി പഞ്ചായത്ത് മിനി സിവിൽ സ്റ്റേഷനിൽ സമാപിച്ചു. മികച്ച കർഷകരെ ചടങ്ങിൽ ആദരിച്ചു. മികച്ച പാടശേഖരമായി തെരഞ്ഞെടുത്ത കുളത്താണി പാടശേഖരത്തിനുള്ള ആദരവ്
പാടശേഖര സമിതി സെക്രട്ടറി പ്രദീപ് മൂലക്കാട് ഏറ്റുവാങ്ങി. അസിസ്റ്റന്റ് കൃഷി ഓഫീസർ എം ബാലകൃഷ്ണൻ നന്ദി പറഞ്ഞു. പുന്നയൂർ ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ നേതൃത്വത്തിൽ അവിയൂർ കൃഷിഭവന് സമീപം പഞ്ചായത്ത് ലൈബ്രറി ഹാളിൽ നടത്തിയ പരിപാടി NK അക്ബർ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് റസ്ല റഹീം അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK ഷിബു സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഫലവൃക്ഷത്തൈ നൽകിക്കൊണ്ട് കന്നിപ്പന്തൽ ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് IP രാജേന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷരായ നസീറ, മുനാഷ് മച്ചിങ്ങൽ, മുബീന സലീം, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ സഫീന നജീബ്, സുബൈദ പാലക്കൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ RV മുഹമ്മദ് കുട്ടി, പുന്നയൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PK ഹസൻ, CDS ചെയർപേഴ്സൺ നസിയ ഖാദർ, പഞ്ചായത്ത് സെക്രട്ടറി ഹർഷ തുടങ്ങി പഞ്ചായത്ത് മെമ്പർമാരും കർഷകരും പങ്കെടുത്തു. മികച്ച നെൽകർഷകൻ രമണി ഷൺമുഖൻ, സമ്മിശ്ര കർഷകൻ മുരളീധരൻ വാക്കയിൽ, രാമച്ച കർഷകൻ C അഷ്റഫ്, പച്ചക്കറി കർഷകൻ MK അബ്ദുൾ സത്താർ, മികച്ച അയൽക്കൂട്ടം സമൃദ്ധി അവിയൂർ, യുവകർഷകൻ OR ലെനിൻ, കർഷക തൊഴിലാളി MA സുബ്രൻ, ജൈവ കർഷകൻ ഉമ്മർ കടയിൽ, മുതിർന്ന കർഷകൻ അബൂബക്കർ രായമരക്കാർ വീട്ടിൽ, കേര കർഷകൻ കുഞ്ഞുഹാജി ബ്ലാഹയിൽ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. കൃഷി ഓഫീസർ K ഗംഗാദത്തൻ സ്വാഗതവും കൃഷി അസിസ്റ്റന്റ് സൗമ്യ നന്ദിയും പറഞ്ഞു. പുന്നേർകുളം ചമ്മന്നൂർ മാഞ്ചിറക്കൽ ശ്രീ ഭഗവതി ക്ഷേത്രത്തിൽ ദീർഘകാലമായി പൂജാരിയായി പ്രവർത്തിച്ചിരുന്ന നാരായണൻകുട്ടി തിരുമേനിക്ക് യാത്രയപ്പ് നൽകി. വാർദ്ധക്യ സഹജമായ ബുദ്ധിമുട്ടുള്ളതിനാലാണ് സേവനം മതിയാക്കി ക്ഷേത്രത്തിൽ നിന്നും പിരിഞ്ഞു പോകുന്നത്. 40 വർഷങ്ങൾക്ക് മുൻപ് നാരായണൻകുട്ടിയുടെ പിതാവ് പിരിഞ്ഞുപോയ ഒഴിവിലേക്കാണ് തിരുമേനി പൂജാരിയായി പ്രവർത്തനം തുടങ്ങിയത്. അവസാന ദിവസം പ്രഭാത പൂജ നടത്തിയാണ് നാരായണൻകുട്ടി നമ്പൂതിരി സ്ഥാനം ഒഴിഞ്ഞത്. ക്ഷേത്രം തന്ത്രി മുല്ലപ്പള്ളി മനയ്ക്കൽ ശശീന്ദ്രൻ ഭട്ടതിരിപ്പാടിന്റെ ആശീർവാദത്തോടെ ഭരണസമിതിയും ഭക്തജനങ്ങളും ചേർന്ന് യാത്രയപ്പ് നൽകി. ചടങ്ങിൽ ക്ഷേത്രം വകയും കുടുംബങ്ങൾ നേരിട്ടും തിരുമേനിക്ക് സഹായനിധി കൈമാറി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് ശിവദാസൻ പരത്തിവളപ്പിൽ അധ്യക്ഷത വഹിച്ചു. രാജൻ മാസ്റ്റർ ആമുഖ പ്രഭാഷണം നടത്തി. സുനിൽ പറക്കാട്ട്, രാജേഷ് കരുവളപ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി സുരേഷ് ബാബു പാലക്കൽ സ്വാഗതവും പുഷ്പാകരൻ പാറക്കാട്ട് നന്ദിയും പറഞ്ഞു. കേരള കർഷക സംഘം കേച്ചേരി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കർഷക കടയ്ക്ക് തുടക്കമായി. തലക്കോട്ടുകരയിൽ പ്രവർത്തനം ആരംഭിച്ച കടയുടെ ഉദ്ഘാടനം പ്രൊഫസർ C രവീന്ദ്രനാഥ് MLA നിർവഹിച്ചു. CPIM കേച്ചേരി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി TC സെബാസ്റ്റ്യൻ മാസ്റ്റർ അധ്യക്ഷനായി. കേരള ബാങ്ക് ഡയറക്ടർ M ബാലാജി കർഷക കടയിലെ ആദ്യ വിൽപ്പന കർഷക സംഘം ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം MN സത്യന് നൽകി നിർവഹിച്ചു. CPIM കുന്നംകുളം ഏരിയ സെക്രട്ടറി K കൊച്ചനിയൻ, ഏരിയ കമ്മിറ്റി അംഗം MB പ്രവീൺ, കർഷക സംഘം കുന്നംകുളം ഏരിയ സെക്രട്ടറി KG ജയൻ, CPIM ചൂണ്ടൽ ലോക്കൽ സെക്രട്ടറി M പീതാംബരൻ, കർഷക സംഘം കേച്ചേരി മേഖലാ സെക്രട്ടറി PS സന്ദീപ്, ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദ്, കർഷക സംഘം നേതാക്കളായ KP രമേശ്, AV വില്യംസ്, ലിയോൺസ് ചാലക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. ചെറുകിട കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ ഇടനിലക്കാരില്ലാതെ ന്യായവില ലഭിക്കുന്ന തരത്തിൽ കർഷക കടയിൽ കൈമാറാൻ കഴിയും. വിഷരഹിതവും അമിത രാസവള പ്രയോഗവുമില്ലാത്ത ഉൽപ്പന്നങ്ങൾ ആവശ്യക്കാരിലേക്ക് എത്തിക്കുക എന്നതാണ് കർഷക കടയിലൂടെ ലക്ഷ്യമിടുന്നത്. കൃത്രിമ ബുദ്ധിയും ബുദ്ധിപരമായ സാങ്കേതിക വിദ്യകളും ഭാവിയെ എങ്ങനെ രൂപപ്പെടുത്തുമെന്ന ചർച്ചകൾക്ക് വേദിയായി ഗുരുവായൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ്. കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ആപ്ലിക്കേഷൻസ് വിഭാഗത്തിന്റെ 25ാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി ഇന്റലിജന്റ് ടെക്നോളജീസ് ഫോർ ടുമാറോ എന്ന പേരിൽ അന്താരാഷ്ട്ര സമ്മേളനം സംഘടിപ്പിച്ചു. ക്വീൻസ് യൂണിവേഴ്സിറ്റി ബെൽഫാസ്റ്റ് അസോസിയേറ്റ് പ്രൊഫസറും IIT മദ്രാസ് അഡ്ഗേറ്റ് ഫാക്കൽറ്റി അംഗവുമായ ഡോക്ടർ P ദീപക് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ J ബെൻസി അധ്യക്ഷത വഹിച്ചു. സുസ്ഥിര വികസനത്തിനും ആഗോള പുരോഗതിക്കും വേണ്ടിയുള്ള ബുദ്ധിപരമായ സാങ്കേതിക വിദ്യകൾ എന്ന പ്രമേയത്തിലായിരുന്നു സമ്മേളനം. സാങ്കേതിക വിദ്യയുടെ പുതിയ സാധ്യതകളും സമൂഹത്തിന്റെ ഭാവി ആവശ്യങ്ങളും ചർച്ച ചെയ്ത സമ്മേളനത്തിൽ 300-ലധികം പേർ പങ്കെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് ഇങ്കർ റോബോട്ടിക്സ് അവതരിപ്പിച്ചു. റോബോട്ടിക്സ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഓട്ടോമേഷൻ പ്രദർശനം ഏറെ ശ്രദ്ധേയമായി. സാങ്കേതിക സെഷനുകളിലൂടെ പുതിയ ആശയങ്ങളും ഗവേഷണ സാധ്യതകളും പങ്കുവച്ചു. അവണൂർ പഞ്ചായത്തിലെ കാരൂരിൽ ജനങ്ങളുടെ ജീവന് ഭീഷണിയായി പ്രവർത്തിക്കുന്ന പ്ലാസ്റ്റിക് നിർമ്മാണ കമ്പനിക്കെതിരെ തങ്ങാലൂർ നിത്യസഹായ മാതാ ദേവാലയത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലി സംഘടിപ്പിച്ചു. ഇടവക വികാരി ഫാദർ സലീഷ് അറങ്ങാശ്ശേരി ഉദ്ഘാടനം ചെയ്തു. ആശാൻപടി സെന്ററിൽ നടന്ന പ്രതിഷേധ യോഗത്തിന് ഇടവക കൈക്കാരനും സമരസമിതി കൺവീനറുമായ അരുൺ കണ്ണനായിക്കൽ അധ്യക്ഷനായി. KCYM മുൻ സംസ്ഥാന സെനറ്റ് മെമ്പർ ഡാനിയൽ ജോസഫ്,
മലബാർ കേന്ദ്രസമിതി സെക്രട്ടറിയും സെന്റ് തോമസ് കോളേജ് പ്രൊഫസറുമായ ഡോക്ടർ ഡെയ്സൺ പണയങ്കാണൻ, കത്തോലിക്ക കോൺഗ്രസ് തൃശൂർ അതിരൂപത ട്രഷറർ റോണി അഗസ്റ്റിൻ, ജിഷാദ് ജോസ്, വിൻസൻ എന്നിവർ സംസാരിച്ചു. ഇടവകാംഗങ്ങൾ, നാട്ടുകാർ തുടങ്ങിയവർ പ്രതിഷേധത്തിൽ പങ്കാളികളായി. വിപണി. കുന്നംകുളം കാണിപ്പയ്യൂരിൽ പ്രവർത്തനം ആരംഭിച്ച പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസിന്റെ മാരുതി സുസുക്കി അറീനയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനം ചിങ്ങം 1 പുതുവത്സര ദിനത്തിൽ നടത്തി. പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസ് മാരുതി സുസുക്കിയുടെ നവീകരിച്ച ഷോറൂം AC മൊയ്തീൻ MLA ഉദ്ഘാടനം ചെയ്തു. സോഷ്യൽ മീഡിയ താരങ്ങളായ മല്ലു കപ്പിൾസ്, പോപ്പുലർ മാരുതിയുടെ റീജിയണൽ സെയിൽസ് ഹെഡ് ആഡ്രിൻ ഡിസിൽവ, സെയിൽസ് ഹെഡ് ഡിബിൽ മോഹൻ, സെയിൽസ് മാനേജർമാരായ നിബിൻ ബാലകൃഷ്ണൻ, സിജോ ജോർജ്, ജെനു എന്നിവർ വിശിഷ്ടാതിഥികളായി. ഉദ്ഘാടന ചടങ്ങിന്റെ ഭാഗമായി ഉപഭോക്താക്കൾക്കായി 20 കാറുകളുടെ ഡെലിവറിയും നടന്നു. പുതിയ സൗകര്യങ്ങളോടെയും കൂടുതൽ മികച്ച സേവനങ്ങളോടെയും ഉപഭോക്താക്കൾക്ക് മികച്ച വാഹനാനുഭവം ഉറപ്പാക്കുകയാണ് പോപ്പുലർ വെഹിക്കിൾസ് ആൻഡ് സർവീസിന്റെ ലക്ഷ്യം. പുതിയ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട ഏത് വിവരങ്ങൾക്കും സമീപിക്കുക. നിബിൻ ബാലകൃഷ്ണൻ, സെയിൽസ് മാനേജർ, പോപ്പുലർ വെഹിക്കിൾസ്, കുന്നംകുളം. ഫോൺ 8086072394. എടക്കഴിയൂർ CD സാഹിബ് മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ SSLC 1989 ബാച്ച് കൂട്ടായ്മയുടെ സ്നേഹക്കൂട് സഹപാഠി സംഗമവും പുരസ്കാര വിതരണവും നടത്തി. പെരിയമ്പലം ബീച്ചിലെ അൽഹാദി ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച സൗഹൃദ സംഗമം തുഫൈൽ പൊന്നോത്ത് ഉദ്ഘാടനം ചെയ്തു. PM ശിഹാബ് തങ്ങൾ അധ്യക്ഷത വഹിച്ചു. അകാലത്തിൽ മരണമടഞ്ഞ അധ്യാപകരെയും സഹപാഠികളെയും PC ഇബ്രാഹിം അനുസ്മരിച്ചു. CV സുരേന്ദ്രൻ, ഹംസമാഷ്, ഹൈദർ, TM ബിന്ദു, PD ജയരാജൻ, PK സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ബാച്ച് അംഗങ്ങളുടെ മക്കളെയും ജില്ലാതല കലാകായിക മത്സരങ്ങളിൽ വിജയിച്ച 3 പ്രതിഭകളെയും വിവാഹം കഴിഞ്ഞ് 28 വർഷങ്ങൾക്ക് ശേഷം ഇരട്ടക്കുഞ്ഞുങ്ങളുടെ അച്ഛനായ ബാച്ചിലെ അംഗം ധർമ്മനെയും കുടുംബത്തെയും പ്രത്യേകം ഉപഹാരം നൽകി ആദരിച്ചു. തുടർന്ന് സ്നേഹവിരുന്ന്, ക്വിസ് മത്സരം, വിവിധ കലാപരിപാടികളും ഉണ്ടായി. വിപണി. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ കുന്നത്തങ്ങാടിയിൽ സ്വപ്ന ഹിൽ വ്യൂ ടവർ പ്രവർത്തനം ആരംഭിച്ചു. കുന്നംകുളം ഗുരുവായൂർ റോഡിൽ ഹിൽ ബസാറിൽ പ്രവർത്തനം ആരംഭിച്ച സ്വപ്ന ഹിൽ വ്യൂ ടവറിന്റെ ഉദ്ഘാടനം പാണക്കാട് സയ്യിദ് റഷീദ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. കുന്നംകുളം മുനിസിപ്പാലിറ്റി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മിനി മോൻസി അധ്യക്ഷത വഹിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ PG ജയപ്രകാശ് മുഖ്യാതിഥിയായി. ചടങ്ങിൽ കൌൺസിലർ AS ശ്രീജിത്ത്, കടപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ ഉമ്മർ ഹാജി വലിയകത്ത്, കുന്നംകുളം ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് KP സാക്സൺ, AKCDA സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് KT രഞ്ജിത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. സ്വപ്ന ഹിൽ വ്യൂ ടവർ ചെയർമാൻ അൻവർ വലിയകത്ത് സ്വാഗതവും മാനേജിംഗ് ഡയറക്ടർ അസ്കർ വലിയകത്ത് നന്ദിയും പറഞ്ഞു. ഷോപ്പ് റൂംസ്, ഓഫീസ് റൂംസ്, റെസിഡൻഷ്യൽ റൂംസ് എന്നിവയെല്ലാം സ്വപ്ന ഹിൽ വ്യൂ ടവറിൽ ലഭ്യമാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9846150871. സ്വപ്ന ഹിൽ വ്യൂ ടവർ, ഹിൽ ബസാർ, ഗുരുവായൂർ റോഡ്, കുന്നംകുളം.
ഉത്തരവാദിത്തവും നേതൃത്വബോധവും വളർത്തിയെടുക്കാനുള്ള ആദ്യപടിയായി ഗുരുവായൂർ GUP സ്കൂളിൽ തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥി പ്രതിനിധികളുടെ സത്യപ്രതിജ്ഞയും സ്ഥാനാരോഹണവും നടന്നു. സ്കൂൾ ലീഡർ, സെക്കൻഡ് ലീഡർ, ക്ലാസ് ലീഡർമാർ എന്നിവരാണ് സത്യപ്രതിജ്ഞ ചെയ്ത് ഔദ്യോഗികമായി ചുമതലയേറ്റത്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ ബോധവും നേതൃത്വ ഗുണങ്ങളും വളർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. PTA പ്രസിഡന്റ് ബൈജു C. കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രധാന അധ്യാപകൻ ബിനോയ് T. മോഹൻ, അധ്യാപിക K. ബിന്ദു തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ വിശദീകരിച്ചു. MPTA പ്രസിഡന്റ് തസ്നി നിസാർ, PTA വൈസ് പ്രസിഡന്റ് അനിത അഭിലാഷ്, അധ്യാപക പ്രതിനിധി റിയ ചന്ദ്രൻ എന്നിവർ നേതൃത്വം നൽകി. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 14,290 രൂപ, പവന് 1,14,320 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം ചൂണ്ടൽ വീട്ടിൽ അന്തോണി നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം ചൂണ്ടൽ സെന്റ് തോം പള്ളി സെമിത്തേരിയിൽ നടത്തി. ലിസി ഭാര്യയും അജി ബിജി എന്നിവർ മക്കളുമാണ്. പോർക്കുളം വീട്ടിൽ പരേതനായ ബാലൻ മകൻ രാജേഷ് നിര്യാതനായി. 49 വയസ്സായിരുന്നു. സംസ്കാരം കുന്നംകുളം നഗരസഭാ ക്രിമിറ്റോറിയത്തിൽ നടത്തി. സിന്ധുവാണ് ഭാര്യ. ശിവാനി, ശ്രീബാല എന്നിവർ മക്കളാണ്. കുന്നംകുളം ടാക്സി സ്റ്റാൻഡിലെ ടെമ്പോ ട്രാവലർ ഡ്രൈവറാണ് പരേതൻ. കടവലൂർ കല്ലുംപുറം കുണ്ടുകുളങ്ങര പരേതനായ ചാക്കു മകൻ ജേക്കബ് നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പഴഞ്ഞി സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രൽ സെമിത്തേരിയിൽ നടത്തി. ലിസയാണ് ഭാര്യ. ജസ്റ്റിൻ, ലിജ എന്നിവർ മക്കളാണ്. തയ്യൂർ അറങ്ങാശ്ശേരി വീട്ടിൽ പരേതനായ ലോനപ്പൻ ഭാര്യ റോസ നിര്യാതയായി. 90 വയസ്സായിരുന്നു. സംസ്കാരം തയ്യൂർ നിത്യസഹായ മാതാ ദേവാലയത്തിൽ നടത്തി. ജോണി, ഫ്രാൻസിസ്, ആൻസി, തോമസ് എന്നിവർ മക്കളാണ്. കൊങ്ങണൂർ പെരുമനത്ത് വീട്ടിൽ രാജമ്മ എന്ന പ്രേമ നിര്യാതയായി. 76 വയസ്സായിരുന്നു. സംസ്കാരം ബുധനാഴ്ച രാവിലെ 11-ന് കുന്നംകുളം നഗരസഭാ വാതക ശ്മശാനത്തിൽ നടത്തും. രാമചന്ദ്രൻ, പ്രഭാത് കുസുമൻ, തങ്ക, പത്മിനി, ഉഷ, പരേതനായ വേണുഗോപാലൻ എന്നിവർ സഹോദരങ്ങളാണ്. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. സമൃദ്ധിയുടെ നിറക്കതിരുകൾ ഒരുക്കി ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇല്ലംനിറ ആഘോഷിച്ചു. രാവിലെ 8:30 മുതൽ 9 വരെയുള്ള മുഹൂർത്തത്തിലായിരുന്നു ചടങ്ങുകൾ. ഇല്ലംനിറയുടെ തുടർച്ചയായ തൃപ്പുത്തരി ഓഗസ്റ്റ് 30-ന് ആഘോഷിക്കും. കോൺഗ്രസ് ഭരിക്കുന്ന വേലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റിനെതിരെ ഒരു വിഭാഗം ഡയറക്ടർ ബോർഡ് മെമ്പർമാരുടെ പ്രതിഷേധം. 2 ഡയറക്ടർ ബോർഡ് മെമ്പർമാരെയും ബാങ്കിന്റെ വാഹനത്തിന്റെ ഡ്രൈവറെയും നിയമവിരുദ്ധമായി പുറത്താക്കിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധമുണ്ടായത്. ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ബാങ്ക് പ്രസിഡന്റ് സുരേഷ് മമ്പറമ്പിൽ. തൃശൂർ ജില്ലാ ആസൂത്രണ സമിതി അംഗമായി കുന്നംകുളം നഗരസഭാ ചെയർപേഴ്സൺ സൗമ്യ അനിലിനെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. നഗരസഭാ പ്രതിനിധികൾക്കായി നീക്കിവെച്ച വനിതാ സംവരണ വിഭാഗത്തിൽ നിന്നാണ് സൗമ്യ അനിലൻ തെരഞ്ഞെടുക്കപ്പെട്ടത്. ചെയർപേഴ്സണ് ഊഷ്മളമായ അനുമോദനം ഒരുക്കി നഗരസഭാംഗങ്ങൾ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.